Next topic is vector subspaces. So we will see the definition first. Let V be a vector space over the field F. A non-empty subset W of V is called a vector subspace, or we can simply say subspace of V if W itself is a vector space over F with the operations of vector addition and scalar multiplication on V. അപ്പോൾ വെക്റ്റർ സ്പേസ് എന്താണെന്ന് നമുക്കറിയാം. കാരണം ഒരു ഫീൽഡ്, ആ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കാം. അപ്പോൾ അതിലൊരു വെക്റ്റർ സ്പേസ് എന്ന് പറയുമ്പോൾ അതൊരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അത് ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഒരു വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു വെക്റ്റർ സ്പേസിലെ സബ്സെറ്റാണ് ഇപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നതെങ്കിൽ ആ ഡബ്ല്യു നമുക്ക് എന്ത് വിളിക്കാം, അതൊരു വെക്റ്റർ സബ്സ്പേസ് ആണ്, അല്ലെങ്കിൽ സിംപ്ലി സബ്സ്പേസ് ആണ് നമുക്ക് പറയാം. എങ്ങനെയാണെങ്കിൽ ആ ഒരു വെക്റ്റർ സ്പേസ് ഈ ഒരു ഓപ്പറേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതൊക്കെ, വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ വി. ഓക്കെ, അപ്പോൾ there are mainly two types, improper and proper subspace. Let V be a vector space over the field F. If we take W is equal to V, then W is a subspace of V. And if we take W is equal to 0 set or null set, then 0 is the 0 vector in V. Then W is a subspace of V. And these two subspaces of V are called trivial or improper subspaces of V. And the subspaces, zero vector is also called zero subspace, and all other subsets are called proper subspaces of V. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ ആ വെക്റ്റർ സ്പേസ് അതുപോലെ തന്നെ ഡബ്ല്യു എന്ന് പറയുന്നത് ആണ് എങ്കിൽ അതെന്താണ്, അതൊരു സബ്സ്പേസ് ഓഫ് വി ആണ്. ഓക്കെ, അതായത് ഇഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി, ദെൻ ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് ഓഫ് വി. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് സീറോ വെക്റ്റർ ആണ്. അപ്പോൾ സീറോ വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസിലെ ഒരു എലമെൻ്റ് ആണ്. അത് ഈ ഒരു വെക്റ്റർ സ്പേസിൻ്റെ എന്താണ്, ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ ആ സബ്സെറ്റാണ് ഇപ്പോൾ നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തതെങ്കിൽ അതും എന്ത് തന്നെയാണ്, വിയുടെ ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ ഈ രണ്ട് സബ്സ്പേസും ഏതൊക്കെ, ഒന്ന് സീറോ വെക്റ്റർ എന്ന് പറയുന്നത്, മറ്റൊന്ന് ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത്. ഇത് രണ്ടും വിയുടെ സബ്സ്പേസ് ആണ്. ഇതിനെ ആണ് നമ്മൾ ട്രിവിയൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ സബ്സ്പേസസ് ഓഫ് വി എന്ന് പറയുന്നത്. ഇനി ഈ സീറോ വെക്ടറിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീറോ സബ്സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ അതർ സബ്സെറ്റ്സ് ആർ കോൾഡ് ദ പ്രോപ്പർ സബ്സ്പേസസ് ഓഫ് വി. ഓക്കെ, അപ്പോൾ ഒരു സബ്സെറ്റ്, ഒരു വെക്ടറിലെ ഒരു സബ്സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ സബ്സെറ്റ് എന്ന് പറയുന്നത് വിയിലുള്ള എല്ലാ സ്കേലാർ അഡീഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെക്ടർ അഡീഷൻ, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വെക്ടർ സ്പേസ് തന്നെയാണ് സബ്സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഈ സബ്സ്പേസ് വിയും അല്ല സീറോ വെക്ടറും അല്ല എങ്കിൽ അത്തരം സബ്സ്പേസിന് നമുക്ക് എന്ത് പറയാം, പ്രോപ്പർ സബ്സ്പേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, then theorem, a non-empty subset W of V is a subspace of V if and only if for each pair of vector alpha beta in W and each scalar C in F, the vector C alpha plus beta is again in W. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ തിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ഉണ്ട്. ആ വെക്റ്റർ സ്പേസിലൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണ്. എങ്ങനെയാണെങ്കിൽ ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഡബ്ല്യുയിലെ വെക്റ്റേഴ്സ് ആണ്. ഈ പെയേഴ്സ് അതുപോലെ സി എന്ന് പറയുന്ന ഫീൽഡിൽ, എഫ് എന്ന ഫീൽഡിൽ ഒരു സ്കേലാറും ആണ് എങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, സി ആൽഫ പ്ലസ് ബീറ്റ, അതും ഇതിൽ തന്നെ എലമെൻ്റ് ആയിരിക്കണം. ഈ ഡബ്ല്യു എന്ന് പറയുന്ന സബ്സെറ്റിലെ എലമെൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ വി ഹാവ് എ പ്രൂഫ് ഹിയർ. സപ്പോസ് ദാറ്റ് ഡബ്ല്യു ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി such that C alpha plus beta belongs to W for all vectors alpha beta in W and all scalars C in F. Since W is non-empty, there is a vector delta in W and hence minus 1 into delta plus delta is equal to 0 is in W. Then if alpha is any vector in W and C is
any scalar, then vector C alpha is equal to C alpha plus 0 is in W, and minus 1 alpha is equal to minus alpha is in W. If alpha beta are in W, then alpha plus beta is equal to 1 into alpha plus beta is in W. Thus W is a subspace of V. ഇപ്പോൾ നമ്മളൊരു വെക്റ്റർ സ്പേസിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ആ വെക്റ്റർ സ്പേസിലുള്ളൊരു സബ്സെറ്റ് ആണെങ്കിൽ അത് എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ പ്രൂഫായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളിവിടെ പ്രൂഫിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു സപ്പോസ് W എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് V ആണെങ്കിൽ C എന്ന് പറയുന്നത് സ്കെയിലാർ, നമുക്കറിയാം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ വെക്റ്റർ അഡീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് C ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നതും ഏതിലത്തെ എലമെൻ്റ് ആയിരിക്കണം, Wയിലത്തെ എലമെൻ്റ് ആയിരിക്കണം എന്ന് നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യമുണ്ട്. അപ്പോൾ അതവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ -1 ഇൻറ്റു ആൽഫ പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് നമ്മൾ കൊടുക്കുക, അതുപോലെ തന്നെ C ആൽഫ ഇസ് ഈക്വൽ ടു C ആൽഫ പ്ലസ് 0 എന്നുള്ള കേസ് നമ്മളവിടെ കൊടുക്കുക. അതുപോലെ തന്നെ -1 ഇൻറ്റു ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ എന്നുള്ള ഇതുപോലുള്ള ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ W എന്ന് പറയുന്നത് എന്താണ്, Vയുടെ ഒരു സബ്സ്പേസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലെറ്റ് U and W be subspaces of a vector space V. We show that the intersection U intersection W is also a subspace of V. And clearly we can prove this using the following statements. 0 is an element of U and 0 is an element of W because U and V are subspaces. Hence 0 is an element of U intersection W. Okay, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സബ്സ്പേസസ് ഉണ്ട്, യുവും ഡബ്ല്യുവും. അത് ഓൾറെഡി ഒരു വെക്ടർ V എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ രണ്ട് സബ്സ്പേസസ് ആണ് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, U ഇൻ്റർസെക്ഷൻ W എന്ന് പറയുന്നതും അല്ലെങ്കിൽ യുവിൻ്റെയും വിയുടെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നതും വിയുടെ സബ്സ്പേസ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ യുവും വിയും സബ്സ്പേസസ് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ 0 വെക്ടർ അതിൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. അപ്പോൾ 0 ഈസ് എൻ എലമെൻറ്റ് ഓഫ് യു ആണ്, 0 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആണ്. അങ്ങനെയാണെങ്കിൽ 0 എന്ന് പറയുന്നത് യുയിലും വിയിലും ഡബ്ല്യുയിലെ ഒരു എലമെൻ്റ് ആണല്ലോ. ഓക്കെ, ഇത് യു ആണ്, അതുപോലെ തന്നെ ഇത് ഡബ്ല്യു ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് യുയിലും വിയിലും ഉള്ള ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, നൗ സപ്പോസ് യു ആൻഡ് വി ബിലോങ് ടു ദ ഇൻ്റർസെക്ഷൻ U intersection W, then UV element of V and UV element of W. അപ്പോൾ ഇത് U എന്ന് പറയുന്ന സബ്സ്പേസ് ആണ്, ഇത് W എന്ന് പറയുന്ന സബ്സ്പേസ് ആണ്. അപ്പോൾ ഇതിലെ രണ്ടിലെയും ഒരു എലമെൻ്റ് ആണ് U എന്ന് പറയുന്നത് പോലെ തന്നെ സ്മോൾ V എന്ന് പറയുന്നതും. ഓക്കെ, ഇതിൻ്റെ ഇൻ്റർസെക്ഷനിലുള്ള എലമെൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതിലൊക്കെയുള്ള എലമെൻ്റ് ആയിരിക്കും, അത് യു വി എലമെൻ്റ് ഓഫ് യു എന്ന് നമുക്ക് പറയാം, അതുപോലെ തന്നെ യു വി എലമെൻ്റ് ഓഫ് ഡബ്ല്യു എന്ന് പറയാം. കാരണം രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന വെക്ടേഴ്സാണ് ഈ യു വി എന്ന് പറയുന്നതും. ഫർദർ, ബിക്കോസ് യു ആൻഡ് ഡബ്ല്യു ആർ സബ്സ്പേസസ് ഫോർ എനി സ്കേലാർസ് എ ബി എലമെൻ്റ് ഓഫ് കെ, എ യു പ്ലസ് ബി വി എലമെൻ്റ് ഓഫ് യു ആൻഡ് എ യു പ്ലസ് ബി വി എലമെൻ്റ് ഓഫ് ഡബ്ല്യു. കാരണം യുവും വിയും നമ്മൾ പറഞ്ഞു യു വിയുടെ ഇൻ്റർസെക്ഷണൽ എലമെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അത് യുയിലെയും എലമെൻ്റ് ആണ്, അതുപോലെ തന്നെ വിയിലും വരുന്ന എലമെൻ്റ് ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ കേസൊക്കെ നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്ത്യക്കാരാണ്, ഇതിപ്പോൾ ചൈനീസാണ്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും കോമൺ ആയിട്ട് അറിയുന്നൊരു ലാംഗ്വേജാണ് ഹിന്ദി എന്ന് പറയുമ്പോൾ അത് ചൈനയിലും വരും, അതുപോലെ തന്നെ ഇന്ത്യയിലും വരും. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യുവും വി എന്ന് പറയുന്ന എലമെൻറ്റ് യുയിലെയും ക്യാപിറ്റൽ യുയിലെ എലമെൻറ്റുമാണ്, ക്യാപിറ്റൽ ഡബ്ല്യുയിലെ എലമെൻറ്റുമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക്
ഇത് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. യു വി എലമെൻറ്റ് ഓഫ് യു ആൻഡ് യു വി എലമെൻറ്റ് ഓഫ് ഡബ്ല്യു എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ യുവിൻ്റെയും വിൻ്റെയും ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് എ ബി എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡിലെ ഒരു കെ എന്ന് പറയുന്ന ഫീൽഡിലെ സ്കേലാർസ് ആണെങ്കിൽ ആ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അതും ഏതിലെ എലമെൻ്റ് ആണ്? യുവിലെയും ഡബ്ല്യുവിലെയും എലമെൻ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, എ യു പ്ലസ് ബി വി എലമെൻറ്റ് ഓഫ് യു ആൻഡ് എ യു പ്ലസ് ബി വി എലമെൻറ്റ് ഓഫ് ഡബ്ല്യു. അങ്ങനെയാകുമ്പോൾ എ യു പ്ലസ് ബി വി എലമെൻറ്റ് ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് പറയുന്നതും വിയുടെ ഒരു സബ്സ്പേസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വെക്ടർ അഡീഷൻ ആണ്, മറ്റൊന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ രണ്ടും ഇവിടെ നടന്നു. അതായത് യു എന്ന് പറയുന്ന വെക്ടറും വി എന്ന് പറയുന്ന വെക്ടറും, ഈ രണ്ട് വെക്ടറിൻ്റെയും അഡീഷനും അവിടെ നടന്നു. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന സ്കേലാർസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ യു പ്ലസ് ബി വി എന്ന് പറയുമ്പോൾ അവിടെ ആ രണ്ട് ഓപ്പറേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻ്റ് ആണ്. ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതിലുണ്ട്? യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലുണ്ട്. അങ്ങനെ വരുമ്പോൾ യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സബ്സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? നമ്മൾ മെയിനായിട്ട് ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ സിംപിളി പറയുകയാണെങ്കിൽ, അതായത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ വെക്ടർ അഡീഷനും ഈ രണ്ട് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സബ്സ്പേസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആണ് നമുക്ക് സിംപിളി പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ എ യു പ്ലസ് ബി വി ഇസ് എൻ എലമെൻറ്റ് ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഇൻ്റർസെക്ഷൻ ഓഫ് എനി നമ്പർ ഓഫ് സബ്സ്പേസസ് ഓഫ് എ വെക്ടർ സ്പേസ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. അപ്പോൾ നമ്മൾ രണ്ട് വെക്ടേഴ്സിൻ്റെ കേസ് പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് അത് ജനറലൈസ് ചെയ്ത് പറയാം. എന്താണ്? എനി നമ്പർ ഓഫ് സബ്സ്പേസസ് ഓഫ് വി, സ്പേസ് വി, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഒന്നിൽ രണ്ടിൽ കൂടുതലായിട്ട് ഉള്ള എല്ലാ സബ്സ്പേസിൻ്റെ കേസും ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് വെക്ടേഴ്സ് ആൽഫ ഇസ് ഈക്വൽ ടു a1 a2 എക്സെട്ര an in Rn are subspaces of Rn where n greater than or equal to 3. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് ഡയമെൻഷനാണ്. അപ്പോൾ ഇവിടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ അതിലെ വെക്ടേഴ്സ് ആണ് a1 a2 a3 എക്സെട്ര a എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കേണ്ട കാര്യം ഇത് സബ്സ്പേസ് ആണോ എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ് ആൽഫ സച്ച് ദാറ്റ് a1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ ആൽഫ ഫോർ എക്സാമ്പിൾ ആൽഫ എന്ന് പറയുന്നത് a1 a2 എക്സെട്ര a എന്നാണ്. ആൽഫ എന്ന് പറയുന്നത് 1 1 എക്സെട്ര 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, a1 a2 a3 a1 ഈക്വൽ ടു a3 ഈക്വൽ ടു an, അത് ഓരോന്നും 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടല്ലോ, എന്താണ്? -1. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് വന്ന് -1 ആണ്. അപ്പം ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് Rn. കാരണം ഇത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇത് a1 എന്ന് പറയുന്നത് എന്താണ്? a1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? -1 ആണ്. അപ്പോൾ അത്തരം കണ്ടീഷൻ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് Rn. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് എ സബ്സ്പേസ്. അപ്പോൾ ഇവിടെ സബ്സ്പേസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് a1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ a1 ഇപ്പോൾ നമ്മൾ ആൽഫ എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വെക്ടേഴ്സ് a1 a2 a3 എക്സെട്ര an ആണ്. അപ്പോൾ അവിടെ നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1ൻ്റെ സെറ്റ് ആ ഒരു വെക്ടർ എന്ന് പറയുന്നത് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് Rn ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ subspace. Next one,
all alpha such that a1 plus 3a2 is equal to a3. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കേസ് ഇപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ, ഇവിടെ ഒരു വെക്റ്റർ അഡീഷനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സ്കേലാർസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു a1 a2 എക്സെട്ര an. ഓക്കെ, ഇനി ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ ഈസ് ഈക്വൽ ടു b1 b2 എക്സെട്ര bn. ഇനി സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു സി എ വൺ പ്ലസ് ബി വൺ, ഓക്കെ, സി എ ടു പ്ലസ് ബി ടു. അപ്പം ഇങ്ങനെ വരും. അതുപോലെ സി എ ത്രീ പ്ലസ് ബി ത്രീ, സി എ എൻ പ്ലസ് ബി എൻ എന്നുള്ള രീതിയിൽ വരും. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ കൊടുക്കാം? സി എ വൺ പ്ലസ് ബി വൺ പ്ലസ് 3 ഇൻറ്റു സി എ ടു പ്ലസ് ബി ടു. ഓക്കെ, അപ്പോൾ സി എ ത്രീ പ്ലസ് ബി ത്രീ ഇസ് ഈക്വൽ ടു ഈ ഒരു രീതിയിൽ നമുക്ക് പോവുമല്ലോ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് എന്തെടുക്കാം? സി പുറത്തെടുക്കാം. സി ഇൻറ്റു എ വൺ പ്ലസ് 3a2 b1 പ്ലസ് 3b2 എന്നുള്ള രീതിയിൽ നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്തായിട്ട് കൊടുക്കാം? 3a3 പ്ലസ് b3 എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ സബ്സ്പേസ്. എന്തുകൊണ്ടാണ് നമുക്കിത് ഒരു സബ്സ്പേസ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്? കാരണം ഇവിടെ നമുക്ക് a3 is equal to a1 plus 3a2 ആണ്. അപ്പം a3ക്ക് പകരം നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് എന്താ? സി എ ത്രീ പ്ലസ് ബി ത്രീ ആണ്. ഓക്കെ, സി എ ത്രീ പ്ലസ് ബി ത്രീ ഈസ് ഈക്വൽ ടു സി എ വൺ പ്ലസ് ബി വൺ പ്ലസ് 3 ഇൻറ്റു സി എ ത്രീ പ്ലസ് ബി ത്രീ സി എ ടു പ്ലസ് ബി ടു എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സി എ വൺ പ്ലസ് ബി വൺ പ്ലസ് 3 സി എ ടു പ്ലസ് ബി ടു എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഈ സി എന്നുള്ളതിനെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സി ഇൻറ്റു എ വൺ പ്ലസ് 3a2 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ ഒരു 3 ഉണ്ട്. അതുപോലെ b1 പ്ലസ് 3b2 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്കിതെന്ത് ഫോമിലാണ് കിട്ടുന്നത്? സി ഇൻറ്റു എ ത്രീ പ്ലസ് ബി ത്രീ എന്നുള്ള ഫോമിൽ കിട്ടി. കാരണം a1 പ്ലസ് 3a2 എന്ന് പറയുന്നത് എന്താ? a1 പ്ലസ് 3a2 എന്ന് പറയുന്നത് a3 ആണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് ഏതിലേക്ക് മാറ്റി? സി ഇൻറ്റു എ ത്രീ എന്നുള്ള ഫോമിലേക്ക് വന്നുവല്ലോ. അതുപോലെ b1 പ്ലസ് 3b2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഏതാണ്? b3 ആണ്. b1 പ്ലസ് 3b2 എന്ന് പറയുന്നത് b3 ആണ്. അപ്പോൾ നമുക്ക് ആ LHS is equal to RHS എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ആൽഫ സച്ച് ദാറ്റ് a2 is equal to a1 square. So suppose alpha is equal to a1 a2 a3 and here it is 1 1 1 etc. Then alpha plus alpha is equal to what? Alpha plus alpha is equal to 2 2 2 2 2 etc. Right? So here 2 square is equal to what? 4. ഇവിടെ 2 square എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? a2 എന്ന് പറയുന്നത് a1 square ആണ്.
അല്ലേ? ഇവിടെ ഇത് ഈ ഒരു എലമെൻറ്റിൻ്റെ ഭാഗമാണോ? അല്ല. സോ 2 square is equal to 4 is not an element in the set. So this is not a subspace. കാരണം A1 A2 A3 എക്സെട്ര എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ എല്ലാ കണ്ടീഷനിലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടെ നമ്മളത് അഡീഷൻ കൊടുത്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. കാരണം 2 എന്ന് പറയുമ്പോൾ 2 2 2 2 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എന്താ? 4 ആണ്. ആ 4 എന്ന് പറയുന്നത് ഇതിൻ്റെ എലമെൻ്റ് അല്ല. സോ ഈ ഒരു സെറ്റിൻ്റെ എലമെൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നോട്ട് എ സബ്സ്പേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഓൾ ആൽഫ സച്ച് ദാറ്റ് A1 A2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയും നമുക്ക് നേരിട്ട് തന്നെ പറയാതെ സബ്സ്പേസ് അല്ലാന്ന്, എങ്കിൽ കൂടി നമുക്ക് പ്രൂവ് ചെയ്യാം. ലെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു 1 0 1 എക്സെട്ര ആണ്. ഓക്കെ, ആൽഫ 1 alpha 2 is equal to 0 1 0 etc. Then alpha 1 plus alpha 2 is equal to what? 1 1 1 etc. ഈ ഒരു കണ്ടീഷനിൽ A1 into A2 എന്ന് പറയുന്നത് 0 ആണോ? നോ. അല്ലേ? ഇവിടെ ഇപ്പോൾ A1 A2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 into 1 എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ അത്തരം കണ്ടീഷനിൽ അത് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Therefore it is not a subspace. Next, all alpha such that A2 is rational. അപ്പോൾ ഇവിടെ നമ്മൾ റാഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റാഷണൽ നമ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു 1 1 1 etc. 1 and here it is a subspace. Then C alpha is equal to what? C into 1 1 1 etc. 1. So that is equal to C C C. That is also a subspace. That is also rational. But if the C is pi, then what will be the result? It is pi pi pi. Okay, and this is a irrational. Therefore we can say this is not a subspace. കാരണം അത് റാഷണൽ ആണെങ്കിൽ അവിടുത്തെ നമ്പേഴ്സ് അവിടെ റാഷണൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന സ്കേലാർ എലമെൻറ്റിൻ്റെ വാല്യൂ പൈ ആണെങ്കിൽ നമുക്കവിടെ കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ദെൻ ദിസ് ഈസ് നോട്ട് എൻ എലമെൻറ്റ്. സോ വി ക്യാൻ സേ ദിസ് ഈസ് നോട്ട് എ സബ്സ്പേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ആണിത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യു ക്യാൻ റെഫർ ഇറ്റ് ഫോർ മോർ. താങ്ക് യു.